السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് 91-ാമത്തെ സൂറത്ത് ഷംസാണ്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൽ അവതരിച്ചിട്ടുള്ളതാണ്. 15 ആയത്തുകളാണ് ഇതിനുള്ളത്. അശ്ശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ വൽഅർളി വമാ തഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها وقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها ودمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. വശംസി വളുഹാഹ, സൂര്യനെ കൊണ്ട് സത്യം, അതിൻ്റെ പ്രകാശം കൊണ്ടും സത്യം. വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രനെ കൊണ്ട് സത്യം, അത് സൂര്യനെ പിന്തുടരുമ്പോൾ. വല്ലൈലി വന്നഹാരി ഇദാ ജല്ലാഹ, പകലിനെ കൊണ്ട് സത്യം, അത് സൂര്യനെ വെളിപ്പെടുത്തുമ്പോൾ. വല്ലൈലി ഇദാ യഗ്ശാഹ, രാത്രിയെ കൊണ്ട് സത്യം, അത് സൂര്യനെ മറക്കുമ്പോൾ അല്ലെങ്കിൽ മൂടുമ്പോൾ. വസ്സമാഇ വമാ ബനാഹ, ആകാശത്തെ കൊണ്ടും അത് നിർമ്മിച്ചതും സത്യം. വല്ലർളി വമാ തഹാഹ, ഭൂമിയെ കൊണ്ടും അത് സൗകര്യപ്പെടുത്തിയതും സത്യം. വനഫ്സിൻ വമാ സവ്വാഹ, മനസ്സ് കൊണ്ട് സത്യം, അതിനെ ന്യൂനതയറ്റ രീതിയിൽ സംവിധാനിച്ചതും സത്യം. വഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിൻ്റെ ധർമാധർമ്മങ്ങൾ തോന്നിപ്പിച്ചു കൊടുത്തു. അത് അഫ്ലഹ മൻ സക്കാഹ, അതിനെ വിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ ചെളി പുരട്ടിയവൻ പരാജയപ്പെട്ടു. ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. തുടർന്ന് പറയുന്നത് മറ്റൊരു സംഗതിയാണ്. ഇവിടെ ജബ്ബാർ പറയുന്നത്, ഒന്നാമതായി ഈ സൂറത്ത് കേൾക്കാൻ കുറച്ച് ഇമ്പമുള്ള സൂറത്താണ്. അന്ത്യാക്ഷര പ്രാസം ഒപ്പിച്ചിട്ടുണ്ട്. ഇതിനടക്കുമൊക്കെ പ്രാസങ്ങളുണ്ട് എന്നാണ്. പക്ഷേ ഈ സൂറത്തിനുള്ള ദോഷം, വാക്കുകൾ പലയിടത്തുനിന്നും എടുത്ത് അവിടെ ഇവിടെ കൂട്ടിച്ചേർത്ത് ഒരർത്ഥമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നു എന്നതാണ്. പിന്നെ മൂപ്പരുടെ ആക്ഷേപം, ഇത് സത്യം ചെയ്യുന്നത് അള്ളാഹു ആണെങ്കിൽ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്യേണ്ട കാര്യം എന്താണ്? അത് അള്ളാഹുവിന് കുറച്ചിലല്ല. മുഹമ്മദ് നബി ആണെങ്കിൽ പിന്നെ നമുക്ക് ന്യായീകരിക്കാം എന്നാണ് ഇവിടെ ജബ്ബാർ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, സത്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വൃഥാ വിനോദമാണെന്നാണ്. യഥാർത്ഥത്തിൽ ഏതൊരു ഭാഷയിലും ആളുകളെ കാര്യം ധരിപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ചില സമീപനങ്ങളുണ്ട്. അത് പ്രഥമ ശ്രവണത്തിൽ തന്നെ, അല്ലെങ്കിൽ കൂടുതൽ ഊന്നലൊന്നുമില്ലാതെ തന്നെ കാര്യം കേട്ടാൽ അത് അംഗീകരിക്കാൻ സന്നദ്ധതയുള്ള മനസ്സുകളാണെങ്കിൽ അത്തരം ആളുകളോട് കാര്യങ്ങൾ ഊന്നിപ്പറയേണ്ടതില്ല. എന്നാൽ മറിച്ച് നിഷേധത്തിൻ്റേതായിട്ടുള്ള സമീപനമുള്ള ആളുകളാണെങ്കിൽ ആ നിഷേധത്തിൻ്റെ ശക്തി അനുസരിച്ചാണ്, ഇവരേത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തതിൻ്റെ കടുപ്പനുസരിച്ചാണ് അവരോട് കാര്യങ്ങൾ ശക്തിപ്പെടുത്തി പറയാം, അല്ലെങ്കിൽ തറപ്പിച്ച് പറയാനുള്ളത്. അതിൽ അറബി ഭാഷയിൽ പല പ്രയോഗങ്ങളുണ്ട്.
നമ്മൾ മലയാളത്തിൽ തീർച്ചയായും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അറബി ഭാഷയിലുണ്ട് അതിൻ്റേതായിട്ടുള്ള ചില പ്രയോഗങ്ങൾ. ഇവിടെ അള്ളാഹു മനുഷ്യനോടാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സറിയുന്നവൻ അള്ളാഹുവാണ് മനുഷ്യനേക്കാൾ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനോട് ഒരു സംഗതി പറയുമ്പോൾ അത് എങ്ങനെ പറയണം, ഏത് രൂപത്തിൽ പറയണം, സാധാരണഗതിയിൽ പറഞ്ഞാൽ മതിയോ അതോ തറപ്പിച്ച് പറയേണ്ടതുണ്ടോ, ഇതൊക്കെ അള്ളാഹുവിന് നന്നായി അറിയാം. അപ്പോൾ മനുഷ്യന് ചില സംഗതി അംഗീകരിക്കണമെങ്കിൽ അവനോട് ശപഥം ചെയ്ത് പറയേണ്ടി വരും, സത്യം ചെയ്ത് പറയേണ്ടി വരും. ആ രീതിയിലാണ് ഒന്നാമതായിട്ട് ഇവിടെ അള്ളാഹു സത്യം ചെയ്യണത്. രണ്ടാമതായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഈ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വിവേകമുള്ള അല്ലെങ്കിൽ ചിന്താശക്തിയുള്ള മനുഷ്യൻ അവൻ്റെ മുമ്പിലൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഈ കാര്യം ശരിയാണ് എന്ന് അവന് ബോധ്യം വരുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ മറ്റൊരു രീതിയാണ്. ഒന്ന് മനുഷ്യൻ്റെ മാനസികാവസ്ഥ പരിഗണിച്ചാണെങ്കിൽ, മറ്റൊന്ന് അവതരിപ്പിക്കുന്ന സംഗതിയുടെ ഗൗരവവും പ്രാധാന്യവും അനുസരിച്ചാണ് ഈ ഒരു സമീപനം കൈക്കൊള്ളാറുള്ളത്. അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്നതിൽ മറ്റൊരു സംഗതി കൂടിയുള്ളത്, ഏത് സംഗതികളെടുത്താണോ അള്ളാഹു സത്യം ചെയ്യുന്നത് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടി, അവൻ്റെ നിയന്ത്രണത്തിലുള്ള വസ്തു, അവൻ സംവിധാനിച്ചിട്ടുള്ളത്, അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന നിലക്ക് മനുഷ്യൻ അതിനെ ആ രീതിയിൽ കാണുകയും അതിൽ നിന്ന് മനുഷ്യൻ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് താനും ഇതുപോലെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അള്ളാഹുവിനെ അംഗീകരിക്കാനും അള്ളാഹുവിൻ്റെ ആജ്ഞകൾ ശിരസാവഹിക്കാനും അവൻ സന്നദ്ധരായി മുമ്പോട്ട് വരിക എന്നുള്ളത്, എന്ന് അവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു ആവശ്യമാണ്. അപ്പോൾ ഈ നിലകളിലൊക്കെയാണ് ഇവിടെ അള്ളാഹു ചില സംഗതികളെടുത്ത് സത്യം ചെയ്ത് പറയുന്നത്. യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട്, അങ്ങനെയുള്ള അള്ളാഹു ഇല്ല എന്നവർ അന്ധവിശ്വാസത്തിൽ അവരകപ്പെട്ടത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഇത് അത്ര ബോധ്യമായിക്കൊള്ളണമെന്നില്ല. എന്നാൽ പോലും ഭാഷ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഭാഷയിൽ സംഗതികൾ അവതരിപ്പിക്കുന്ന രീതി പോലും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ശപഥം ചെയ്ത് പറയുന്നതിനെ ജബ്ബാർ ഈ രീതിയിൽ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്യുന്നത്. ഇനി ജബ്ബാർ പറയുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ള സംഗതികൾ അത് പണ്ടൊക്കെ ആളുകളുടെ ധാരണ അനുസരിച്ച് തന്നെ ഉള്ളൊരു പ്രയോഗം എന്നുള്ളവർക്ക് അത് ശരിയാണ്. എന്നാൽ ഇന്നത്തെ 4ാം ക്ലാസ് കുട്ടികളോട് ഇത് പറഞ്ഞാൽ അവർ പോലും ചിരിക്കും എന്നാണ് ജബ്ബാറിൻ്റെ മറ്റൊരു കമൻറ്റ്. യഥാർത്ഥത്തിൽ ജബ്ബാർ ഏത് ലോകത്താണ് ജീവിക്കണമെന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും ആധുനിക സമൂഹത്തിലല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മനുഷ്യനോട് ഒരു സംഗതി പറയുന്നത്, അവൻ്റെ മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിന് പല രീതികളുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല, അതായത് ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമല്ല. അത് മനുഷ്യന് സന്മാർഗം പഠിപ്പിക്കാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ആ നിലക്ക് സന്മാർഗം പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ ചില സംഗതികൾ മനുഷ്യൻ്റെ അനുഭവവും അവൻ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ കാഴ്ചയും, ബാഹ്യമായിട്ടുള്ള കാഴ്ച, ആ കാഴ്ചയുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും അവനോട് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തേണ്ടി വരാം. ആ നിലക്ക് സൂര്യൻ, അതിൻ്റെ പ്രകാശം, അതുപോലെ തന്നെ രാത്രി സമയത്ത് മേലോട്ട് നോക്കുമ്പോൾ ചില ദിവസങ്ങളിൽ അവൻ കാണുന്ന ചന്ദ്രൻ, അത് സൂര്യൻ അസ്തമിച്ചതിൻ്റെ ശേഷമാണ് ഇത് ചന്ദ്രൻ ഉദിച്ചു വരുന്നതും പിന്നീട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ അത് ഒരു കാഴ്ച മാത്രമാണ്. ഇവിടെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട എല്ലാ കാഴ്ചകളും ഖുർആൻ പറയില്ല. അങ്ങനെയാണെങ്കിൽ മറിച്ചൊന്നുകൂടി പറയേണ്ടതുണ്ടായിരുന്നു. അതായത് ചന്ദ്രൻ ചിലപ്പോൾ മുമ്പിൽ പോകുന്നു, സൂര്യൻ അതിൻ്റെ പിന്നിൽ പോകുന്നുണ്ട്.
അപ്പോൾ അവിടെ ആ ഒരു സംഗതി കൂടി എടുത്ത് പറയേണ്ടതായിരുന്നു. പക്ഷേ ഖുർആൻ ഒന്നിൽ മതിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ബുദ്ധിയുള്ള ചിന്താശീലനായിട്ടുള്ള വിവേകശാലിയായ മനുഷ്യന് അങ്ങനെ മതിയാവും എന്നുള്ളത് കൊണ്ടാണ്. ചിന്തയും ബുദ്ധിയും വിവേകമൊന്നും ഇല്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതാണ് ഇവിടെ ജബ്ബാറിനെ പോലെയുള്ള ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത്. തുടർന്ന് പറയുന്നത് പകൽ സൂര്യനെ വെളിപ്പെടുത്തുന്നു, രാത്രി സൂര്യനെ മറക്കുന്നു എന്നാണ്. ഇവിടെ ജബ്ബാർ പറയുന്നത് പകൽ സൂര്യൻ ഉദിച്ചുകൊണ്ടാണ് പകലുണ്ടാകുന്നത്, സൂര്യൻ അസ്തമിച്ചത് കൊണ്ടാണ് രാത്രി ഉണ്ടാകുന്നത്. അപ്പം പിന്നെ പകൽ സൂര്യനെ വെളിപ്പെടുത്തുന്നു, രാത്രി സൂര്യനെ മറക്കുന്നു പറഞ്ഞതിന് അർത്ഥമില്ല. യഥാർത്ഥത്തിൽ ജബ്ബാർ സംഗതിയുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഭാഷാപ്രയോഗങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. സൂര്യൻ ഉദിക്കുന്നതിലൂടെ വെളിപ്പെടുമ്പോൾ പകലുണ്ടാവുന്നുള്ളത് ശരിയാണ്. അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ഖുർആൻ ചെയ്യുന്നത്. സൂര്യൻ ഉദിക്കുമ്പോഴാണ് പകലുണ്ടാവുന്നത്, എന്നാൽ പകൽ സമയത്താണ് നിങ്ങൾക്ക് സൂര്യനെ കാണാൻ കഴിയുന്നത്. അതാണ് സൂര്യനെ പകൽ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. രാത്രി നിങ്ങൾക്ക് സൂര്യനെ കാണാൻ കഴിയില്ല. കാരണം എന്താണ്? രാത്രി ഇരുൾ മുറ്റിയതാണ്, രാത്രി സൂര്യനെ മറക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് മനുഷ്യൻ്റെ ഈ അനുഭവത്തെയാണ് ഇവിടെ ഖുർആൻ എടുത്ത് അനാവരണം ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മറ്റൊരു സംഗതി ഉള്ളത് പിന്നീട് പറയുന്ന എന്താണ്? വനഫ്സിം ഭൂമിയുടെ കാര്യമാണ്. അതായത് ആകാശം, ഉസ്സമാ വമാ ബനാഹ, ആകാശവും അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മിതി. ഇവിടെ മാ ബനാഹ എന്നുള്ളിടത്ത് ഈ മാ എന്നത് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്കാണെന്നാണ് ജബ്ബാറിൻ്റെ വാദം. പിന്നെ ബനാഹ ഉമാ തഹാഹ ഉമാ സവ്വാഹ എന്നൊക്കെ ഉള്ളത്. ഇവിടെ അറബി ഭാഷയിൽ ഉള്ള ആധികാരികമായിട്ട് അറബി ഭാഷ നിയമങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഒന്നാമതായിട്ട് പരിഗണിച്ചിട്ടുള്ളത് ഖുർആനാണ്. ആ ഖുർആനിൻ്റെ കാര്യത്തിലാണ് അറബി ഭാഷയെ സംബന്ധിച്ച് യാതൊന്നും അറിയാത്ത ഒരുത്തൻ വിധി പറയുന്നത്. അപ്പോൾ വിധി പ്രസ്താവിക്കുന്നവൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിവരം ഉണ്ടായിരിക്കണ്ടേ? അങ്ങനെ ഒരു വിവരമില്ലാത്ത ഒരുത്തന് ഈ രീതിയിൽ വിധി പറഞ്ഞാൽ അവൻ്റെ വിധി പ്രസ്താവത്തിന് എന്ത് വിലയുണ്ടാവുക? ഇതേ സംഗതി ഖുർആൻ്റെത് മാറ്റി നിർത്തിയാൽ പോലും ഇപ്പോൾ മലയാളത്തിൽ ഏതെങ്കിലും ഒരു ആധികാരികമായിട്ട് ഉള്ളൊരു ലേഖനമോ അതുപോലെ തന്നെ ഒരു കവിതയോ എടുക്കുക. എന്നിട്ട് മലയാള ഭാഷ സംസാരിച്ചും അതുപോലെ തന്നെ അത്യാവശ്യം എഴുതാനും ഒക്കെ ശീലിച്ചിട്ടുള്ള ഒരാൾ, അയാൾക്ക് മലയാളം ഗ്രാമറൊന്നും അറിയില്ല, അതുപോലെ തന്നെ വേണ്ടത്ര ഭാഷാ പരിജ്ഞാനം അയാൾക്കില്ല, വാക്കുകൾ പ്രയോഗിക്കേണ്ടത് അത്രയൊന്നും അയാൾക്ക് വിവരമില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ലേഖനമോ അല്ലെങ്കിൽ കവിതയോ എടുത്തിട്ട് അയാൾ അതിനെ നിരൂപണം നടത്തിയിട്ട് പറയാണ് ഇതിലെ ഭാഷാപ്രയോഗങ്ങളൊക്കെ തെറ്റാണ്, അതുപോലെ ഇത് ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് എന്തായിരിക്കും വിവരമുള്ള ആളുകളുടെ വിധിയെഴുത്ത്? അവന് വട്ടാണെന്ന് പറയും. അതുപോലെ തന്നെ മറ്റൊരു ഭാഷയിലുള്ള ഒരു ഗ്രന്ഥത്തെ, ഉദാഹരണത്തിന് സംസ്കൃതത്തിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുക്കുക, എന്നിട്ട് അതിൻ്റെ പരിഭാഷ മാത്രം നോക്കി വായിച്ചിട്ടുള്ള ഒരാൾ ആ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ശ്ലോകങ്ങളോ മറ്റോ ഒക്കെ എടുത്തിട്ട് ഇതിലെന്തെങ്കിലും അബദ്ധമുണ്ട് എന്ന് പറഞ്ഞാൽ വിവരമുള്ള ആളുകൾ എന്താ ആളെപ്പറ്റി മനസ്സിലാക്കുക? യഥാർത്ഥത്തിൽ ഇതാണ് ഇവിടെ ജബ്ബാറിൻ്റെ അവസ്ഥ. ജബ്ബാറിന് അറബി ഭാഷ അറിയില്ല, എന്നിട്ട് അറബി ഭാഷ അറിയാത്ത ജബ്ബാർ ഖുർആനിൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വിധി പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ജബ്ബാറിനോട് പറയാനുള്ളത് പോയി അറബി പഠിച്ച് വാ ജബ്ബാറേന്നാ. പക്ഷേ ജബ്ബാർ അതിന് തയ്യാറാവില്ല. കാരണം മൂപ്പർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഖുർആൻ വിമർശിക്കാൻ അറബീൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്, അറബി ഭാഷയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് മൂപ്പരുടെ കാഴ്ചപ്പാട്. മൂപ്പർക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയാനും അതുപോലെ തന്നെ ഖുർആനെ എങ്ങനെയും അവഹേളിക്കാനും മെനക്കെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളോട് ഭാഷ പഠിക്കാൻ പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അയാളുടെ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ മാലോകർ മനസ്സിലാക്കേണ്ടത് എന്നുള്ള ബോധം അയാൾക്കില്ലാതെ പോകുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും കഷ്ടകരമായിട്ടുള്ളത്.